ബോളിവുഡിന്റെ താരറാണി ദീപിക പദുക്കോണിന്റെ ഫേവറേറ്റ് രസത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ആ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4-5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 5-6 വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചെറു തീയിലിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ച് കറിവേപ്പിലയെല്ലാം പൊടിഞ്ഞു വരുന്ന ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 വലിയ കഷ്ണം കുടംപുളി, പുളി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് കുതിരാനായി അടച്ച് മാറ്റിവെക്കാം. ഇനി വാളംപുളിയാണെങ്കിൽ ചെറിയൊരു വാളംപുളി എടുത്താൽ മതി. ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്ത് തരിയില്ലാതെ അരച്ചെടുക്കാം. ഇതുപോലെ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അരച്ചു വെച്ച തക്കാളി പേസ്റ്റും മിക്സിയുടെ ജാറ് കഴുകി 2 ഗ്ലാസ് അളവിന് വെള്ളവും ഒഴിച്ച് ഇനി കുതിരാനായി മാറ്റിവെച്ച പുളി വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ചു വെച്ച മസാലയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി തിളച്ച് വരുമ്പോൾ 1 പിടി മല്ലിയില, 1 പിടി കറിവേപ്പിലയും ചേർത്ത് തീ ഓഫ് ചെയ്ത് താളിപ്പിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ ഫേവറേറ്റ് രസം റെഡിയായി. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.